സുഹൃത്തുക്കളെ, ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തതിന് ഭാഗമായിട്ടാണ് നമ്മുടെ മമ്മൂട്ടിക്ക് അസുഖം വന്നത്. അങ്ങനത്തെ ഒരു ചാത്തൻ വേഷങ്ങൾ, അത് ചാത്തന്റെ വേഷങ്ങളൊക്കെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ആര് ചെയ്താലും, അത് മമ്മൂട്ടി എന്നല്ല ഏതൊരു നടൻ ചെയ്തു കഴിഞ്ഞാലും ആ ഒരു നടൻ ഒന്നെങ്കിൽ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ജഡാവസ്ഥയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശവശരീരം പോലെ അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ അങ്ങനെ കിടക്കേണ്ടി വരികയോ ചെയ്യും എന്നുള്ളതാണ് ഒരു സുനിൽ പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു വിദ്വാന്റെ ഒരു വർത്തമാനം ഉണ്ടായത്. എന്തൊക്കെയായാലും നമുക്കറിയാവുന്ന ഒരു കാര്യം, അദ്ദേഹം 2 മാസമായിട്ട് സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നു. ഒരു വലിയ അസുഖം ഉണ്ടായിരുന്നു, ആ അസുഖം മാറി 100% ഓക്കെയാണ് താങ്കളെന്ന് ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം മാത്രമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ സിനിമാ മേഖലയിലേക്ക് തിരിച്ചു വരികയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഒരു ആവശ്യം തന്നെയായിരുന്നു. ഡോക്ടേഴ്സിന്റെ അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടല് അദ്ദേഹത്തിന് ഒരു വലിയ ആവശ്യം തന്നെയായിരുന്നു. എന്തായാലും ഇന്നോ നാളെയോ എന്ന ഒരു നിലയ്ക്ക് അദ്ദേഹം തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഈ ഇൻഫെക്ഷൻസിനെയും മറ്റും അവസ്ഥകൾ എങ്ങനെയാണെന്ന് അറിയാം. ഇൻഫെക്ഷൻ അടിച്ച് വീണ്ടും ആ അസുഖത്തിലേക്കുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് വലിയ പിടുത്തമൊന്നുമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വരാൻ സാധ്യത ഉണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ആ അടുത്ത സമയത്ത് തന്നെ അതൊരു അഭികാമ്യമായിട്ടുള്ള സംഭവം എന്നറിയില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ആൾക്കൂട്ടത്തിന്റെ ഒരു ജോലിയാണ്, ഒരുപാട് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ചെയ്യേണ്ട ജോലിയാണ്. പലവിധ പ്രോപ്പർട്ടികളുമായിട്ടും കൈകാര്യം ചെയ്യേണ്ട, അത് പല ആളുകൾ ഉപയോഗിച്ച പ്രോപ്പർട്ടികളുമായിട്ടും കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് ഇപ്പൊ അടുത്ത് തന്നെ സിനിമയിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെയായാലും മമ്മൂക്കയ്ക്ക് അസുഖം വന്ന സമയത്ത് എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ സംഭവിച്ചത് എന്നുള്ളത് കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ രാഷ്ട്രീയക്കാരനായിട്ടുള്ള CPM-കാരനായിട്ടുള്ള P. ശ്രീരാമകൃഷ്ണൻ പൊന്നാനിയിൽ ഏറെക്കാലം 2 ടേമിലെങ്ങാണ്ട് MLA ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. പൊന്നാനിക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. P. ശ്രീരാമകൃഷ്ണന്റെ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് കണ്ട സമയത്താണ് അസുഖമായിട്ട് തൻ്റെ ആ ഒരു അസുഖ കിടക്കയിൽ വെച്ച് പോലും ഇദ്ദേഹം എന്താണ് നാട്ടുകാർക്ക് വേണ്ടി ചെയ്തത് എന്നുള്ളതാണ്. അപ്പോഴാണ് അദ്ദേഹത്തെ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തെ ഇങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനൊക്കെ രീതിയിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുക. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് വായിക്കാൻ കേട്ടോ. P. ശ്രീരാമകൃഷ്ണന്റെ പോസ്റ്റാണ്. മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ആഹ്ലാദിരേഖത്തോടെ, ഈ മലയാളം വലിയ പ്രശ്നമാണ്, ആഹ്ലാദിരേഖത്തോടെ കേരളം ഏറ്റെടുക്കുകയാണ്. അഭിനയ ചക്രവർത്തിക്ക് സ്നേഹ കൂപ്പ് കൈകളോടെ സ്വാഗതം. ഒരു താരം എങ്ങനെ ആവശ്യമുള്ളപ്പോൾ വിണ്ണിൽ നിന്നും തിരിച്ച് മണ്ണിലേക്ക് ഇറങ്ങി സ്വയം മണ്ണിലലിഞ്ഞു ചേരുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മമ്മൂക്ക എന്ന മമ്മൂട്ടി. എത്ര ഉയരത്തിലിരിക്കുമ്പോഴും എത്രായിരം ആരാധകർക്കിടയിൽ സ്നേഹത്തിന്റെ വീർപ്പുമുട്ടലിൽ കഴിയുമ്പോഴും മനുഷ്യപ്പറ്റിന്റെ, സ്നേഹത്തിന്റെ മഹാഗാഥകൾ ആരും അറിയാതെ നിലനിർത്താനും തുടരാനും ശേഷിയുള്ള ഒരു അപൂർവ വ്യക്തിത്വം. അതായത് അസുഖക്കിടക്കയിൽ കിടക്കുന്ന സമയത്തും ഒരാളും അറിയാതെ മറ്റുള്ളവരെ, തന്നേക്കാൾ വലിയ അസുഖമുള്ളവരെ, തന്നേക്കാൾ ചെറിയ അസുഖമുള്ളവരെ, താനൊരു വലിയ നടനാണ്, ഈ സമയത്ത് ഞാനിപ്പോൾ എന്തിനാണ് ആൾക്കാരെ സഹായിക്കാൻ കൂട്ടിരിക്കുന്നത് എന്നൊന്നും ആലോചിക്കാതെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യനാണ് മമ്മൂക്ക എന്ന് P. ശ്രീരാമകൃഷ്ണൻ പറയുന്നു. വിത്ത് എവിഡൻസോട് കൂടിയിട്ടാണ് സുഹൃത്തുക്കളെ. നോക്കൂ, അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാതെ, രോഗം ഭേദമായോ എന്ന് അന്വേഷിക്കാതെ ചികിത്സയുടെയും വിശ്രമത്തിന്റെയും ഇടയിൽ ഞാനും അബദ്ധം കാണിച്ചു. ഒരു പക്ഷേ മറ്റു പലരെയും പോലെ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ബാബുവിന് ഹൃദയ സംബന്ധമായ സർജറി അത്യാവശ്യമായി വന്നു. ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന സർജറി എങ്ങനെ നടത്തണമെന്നറിയാതെ വാടക വീട്ടിൽ കഴിയുന്ന ബാബുവും കുടുംബവും കണ്ണീരിൽ കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വിഷമിച്ചു പോയി. അപ്പോഴാണ് ഒരു പരീക്ഷണം എന്ന നിലയിൽ മമ്മൂക്കയുടെ ഹൃദയം എന്ന ചികിത്സാ പദ്ധതിയിലേക്ക് ശ്രമിച്ചാലോ എന്ന ചിന്ത വന്നത്. ഒരു വോയിസ് മെസ്സേജിലൂടെ ഞാൻ ചോദിച്ചു, മമ്മൂക്ക, ഹൃദയം പദ്ധതി ഇപ്പോഴും നിലവിലുണ്ടോ? ഒരു കുട്ടി ബുദ്ധിമുട്ടി കിടക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്? 10 മിനിറ്റിനുള്ളിൽ മഹാനടന്റെ മറുപടി വന്നു, ജോർജിനെ കോണ്ടാക്ട് ചെയ്യൂ. തുടർന്ന് കാര്യങ്ങൾ ദ്രുതഗതിയിൽ നടന്നു. കൊച്ചിയിലെ രാജഗിരി ആശുപത്രിയിൽ സർജറി കഴിഞ്ഞ് ബാബു സുഖമായിരിക്കുന്നു. സന്തോഷത്തോടെ ഇതറിയിച്ചപ്പോൾ വളരെ മൃദുലമായ കൈകൾ കൂപ്പിക്കൊണ്ടുള്ള മറുപടിയിൽ ഒതുക്കി. ഈ ഒരു ചിഹ്നം മാത്രം,
ആ ഒരു ഇമോജി മാത്രമാണ് മമ്മൂക്ക തിരിച്ച് ഇട്ടതെന്നർത്ഥം. അങ്ങയുടെ അവസ്ഥ മനസ്സിലാക്കാതെ ആ സമയത്ത് ഇങ്ങനെ ഒരു കാര്യത്തിന് സമീപിച്ചതിൽ പ്രിയപ്പെട്ട മമ്മൂക്ക മാപ്പ്. പി ശ്രീരാമകൃഷ്ണൻ. ഇങ്ങനെയാണ് ആ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ആ രാഷ്ട്രീയക്കാരൻ, നമ്മുടെ മുൻ MLA, അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നോക്കൂ, ഞാൻ ആലോചിച്ചത് അസുഖമായി കിടക്കുന്ന ആ ഒരു ചെങ്ങാതിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്നതാണ്. പക്ഷെ അത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് മമ്മൂക്കയെ മറ്റു നടന്മാരിൽ നിന്ന്, മനസ്സിലായല്ലോ ഇത് മമ്മൂക്കയാണ് എന്ന് പല ആൾക്കാരും പറയുന്ന പോലെ, മമ്മൂക്കയെ മറ്റു നടന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. നോക്കൂ, ഇദ്ദേഹത്തിന്റെ ഈ ഒരു ശ്രീരാമൻ VK ശ്രീരാമൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഉറ്റ സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, ഏടോ എൻ്റെ അസുഖം മാറിയിടോ എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു ഫേക്ക് പോസ്റ്റ്. ആ പോസ്റ്റിന് താഴെ വന്ന 1-2 കമന്റുകൾ ഞാൻ വായിക്കുകയാണ്. അഞ്ചു കൊമ്പംവെളിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ എഴുതിയിരിക്കുന്നത്, ഞാൻ വഴിപാട് നടത്തിയിരുന്നു, എൻ്റെ ഇക്കായെ കാത്തോളണേ എന്ന് പറഞ്ഞ് ഒരാൾ എഴുതിയിരിക്കുന്നു. ഗീത അരിക്കാട്ട് എന്ന് പറയുന്ന ഒരാള്, അമ്മേ നാരായണ, ഇതേ കേൾക്കൂ എന്ന് അറിയാമായിരുന്നു, എന്നാലും ഇത് കേൾക്കാൻ എത്ര നാളായി കാത്തിരിക്കുന്നു. എൻ്റെ ശ്രീ പുത്തുക്കാവിലമ്മയ്ക്ക് ഞാനൊരു മലർപ്പറ നേർന്നിരുന്നു, വൈകാതെ പോയി നടത്തും. സുഹൃത്തുക്കളെ, വൈകാരികമായ എഴുത്തുകളാണ് എന്ന് പറയേണ്ടത്, അതിവൈകാരികമായ എഴുത്തുകളാണ്. ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഗീത അരിക്കാട്ട് എന്ന് പറയുന്ന സ്ത്രീക്ക് എന്തിനാണ് ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു ചെങ്ങാതിക്ക് വേണ്ടിയിട്ട് മലർപ്പറൊക്കെ നേരുന്നത്? ഞാനത് വൈകാതെ പോയി നടത്തും, അസുഖമായി തിരിച്ചു വന്നാൽ മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ അങ്ങനെ നടത്തുകയുള്ളൂ എന്ന് അവർ വിശ്വസിക്കുന്ന ഒരു ദൈവത്തോട് അവർ ആണയിട്ട് പറഞ്ഞിരിക്കുന്നു ഗീത എന്ന് പറയുന്ന സ്ത്രീ. ശ്രീരാമൻ എന്ന് പറയുന്ന മനുഷ്യന്റെ പോസ്റ്റിൽ കണ്ട കമന്റുകളാണ് ഇതൊക്കെ. വായിക്കുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഇമോഷണൽ ആയി പോകും നമ്മൾ ആളുകളൊക്കെ. കാരണം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയും ചില കേരളം നിലനിൽക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനെയും ചില കേരളം നിലനിൽക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഉടായ്പകളുണ്ട്, വൻ ഉടായ്പകളുണ്ട്. കുറെ ശ്രീജിത്ത് അടിവാരങ്ങളും പ്രതീഷ് വിശ്വനാഥന്മാരൊക്കെ ഇങ്ങനെ വിഷം തുപ്പി നടക്കുന്ന സ്ഥലമാണ്. കുറെ സംഘികളൊക്കെ വിഷം തുപ്പി നടക്കുന്ന സ്ഥലമാണ്. അപ്പോഴാണ് 6 മാസമായിട്ട് അതുവരെ അമ്പലത്തിൽ പോയിട്ടില്ലാത്ത, ശബരിമല 6 വർഷമായിട്ട് ശബരിമല കയറിയില്ലാത്ത ഒരു മനുഷ്യൻ, മുഹമ്മദ് കുട്ടി, വിശാഖ നാളിൽ ജനിച്ച മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടി ശബരിമല കയറുന്നത്. അവിടെ പോയിട്ട് മുഹമ്മദ് കുട്ടിക്ക് വേണ്ടിയിട്ട് വഴിപാട് നടത്തുന്നു. ചെയ്തത് മോഹൻലാലാണ്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ളൊരു കേരളമാണ് നമ്മുടെ. അത്ര പെട്ടെന്നൊന്നും നമ്മുടെ വർഗീയ ശക്തികൾക്ക്, നമ്മുടേന്ന് പറയാൻ പാടില്ല, നമ്മുടേതല്ലാത്ത ആ വൃത്തികെട്ട വർഗീയ ശക്തികൾക്ക് നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊന്നും അങ്ങോട്ട് നശിപ്പിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു ഇതൊക്കെ വായിക്കുമ്പോൾ. ബൈ.